ഏതായാലും പ്രേക്ഷകർ ധാരാളം ഓഹരികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ റെയിൽവേ സ്റ്റോക്കുകളിൽ നിന്നും RVNLന്റെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. സോ RVNL ഉള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ RVNL സെപ്റ്റംബർ മാസത്തിൽ അറൌണ്ട് 200 രൂപയ്ക്ക് അടുത്ത് പീക്ക് ഔട്ട് ചെയ്തതിനെ തുടർന്ന് ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ് ഇൻ എ സൈഡ് വേസ് പാറ്റേൺ. ആൻഡ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ ആ ഒരു കറക്ഷൻ കംപ്ലീഷൻ നടക്കുന്നു എന്ന് നമുക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നത്. ബട്ട് അതിന്റെ ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ സ്റ്റോക്ക് ഇന്ന് 189 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 189 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് 200 മുതൽ 212 രൂപ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു മൂവ്മെന്റ്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% നേട്ടത്തിൽ 49 രൂപ റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ബുള്ളിഷ് ട്രിഗർ 50 രൂപയിലായിരിക്കും. 50 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഈ ഷെയറിന് കാണുന്ന 54 രൂപയും അതിനെ തുടർന്ന് 56 രൂപയിലോ റെസിസ്റ്റൻസ് കാണുന്നത്. അങ്ങനെ നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 45 രൂപ 75 പൈസ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് UPLലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഏത് സ്റ്റോക്ക് ആയിരുന്നു? UPL. സോ UPLന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഒരു ടേൺ അറൗണ്ടിന് വേണ്ടി നല്ല ചാൻസസ് കാണുന്നുണ്ട്. കമ്പനിയുടെ ഈ കമ്പനിയിൽ നമ്മൾ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു കൺസിഡർ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ. ഫൈനാൻഷ്യൽ പൊസിഷനിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്കിന്റെ ഒരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 582 രൂപയല്ല, 582ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 639 രൂപ വരെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 564 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇൻഫിബീം അവന്യൂസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 4% ഒരു മുന്നേറ്റത്തിൽ 21 രൂപ 90 പൈസ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇൻഫിബീമിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് ഇൻ എ സൈഡ് വേസ് മൂവ്. ഈ സ്റ്റോക്ക് ഒരു വളരെ സ്മോൾ ക്യാപ് ഹൈലി സ്പെക്യുലേറ്റീവ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. സ്റ്റോക്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്ക് 24 രൂപ 30 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ജിയോ ഫിനാൻഷ്യലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 237 രൂപ റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ ജിയോ ഫൈനാൻഷ്യൽസിന്റെ കേസിൽ അഗെയിൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈവൻ ഫോർ ലോങ് ടേം നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ബുള്ളിഷ് ട്രിഗർ 240 രൂപയില്ല. 240ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്ന 253 രൂപ. ആൻഡ് 253 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിന് മുന്നിലിരിക്കുന്നത് ഓൾ ടൈം ഹൈ 267 രൂപ. ഒപ്പം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 5% ഒരു മുന്നേറ്റം ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 110 രൂപ അല്ലെങ്കിൽ 109 രൂപ 20 പൈസ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്പനിയുടെ കേസിൽ 110 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു മേജർ ടാർഗറ്റ് 120 രൂപയായിരിക്കും. 120ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോക്കിൽ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 101 രൂപ 50 പൈസയുടെ സപ്പോർട്ടായിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 7% ഒരു മുന്നേറ്റത്തിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 1 വീക്കിൽ ഒരു 5% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. 381 രൂപ റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ
ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് നമ്മളൊരു ഷോർട്ട് ടേം സ്പെക്യുലേഷന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 385 രൂപയായിരിക്കണം. 385ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിന് 420 രൂപ വരെ നേട്ടം നൽകാൻ ചാൻസ് ഉണ്ട്. ഒപ്പം JSW ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. 3% ഒരു നേട്ടത്തിൽ 216 രൂപ എന്ന റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ JSW ഇൻഫ്ര ഒക്ടോബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ല നേട്ടം കിട്ടിയിട്ടുമുണ്ട്. ബട്ട് കഴിഞ്ഞ മാസം ഈ സ്റ്റോക്ക് 247 രൂപ എത്തിയതിനു ശേഷം വി ഹവ് സീൻ എ നൈസ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഇപ്പോൾ നിലവിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ബുള്ളിഷ് ട്രിഗർ 219 രൂപയിലാണ് കാണുന്നത്. 219ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമ്മൾ അടുത്ത ഒരു മേജർ ടാർഗറ്റ് സോൺ ബിറ്റ്വീൻ 240 ആൻഡ് 250. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 204 രൂപയായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ടാറ്റ ടെക്നോളജീസിലുള്ള സാറിന്റെ വ്യൂ ആണ്. 1209 രൂപ എന്ന റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ടെക്നോളജി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏകദേശം ഒരു 10 ദിവസം ആയിട്ടുള്ളൂ. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് കാണാൻ സാധിച്ചത്. ഇന്നലെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 1162 രൂപ വരെ താഴോട്ട് വന്നിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് നല്ലൊരു റിക്കവറിയും സ്റ്റോക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മൈ അഡ്വൈസ് ഇസ് ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഈ ഒരു സ്റ്റോക്കിൽ 1160 സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. അതിനുശേഷം ഒരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്താൽ മതി. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അശോക ബിൽഡ്കോൺ ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓൾമോസ്റ്റ് 1.5% ഒരു മുന്നേറ്റത്തിൽ 138 രൂപ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ദിസ് ഇസ് അഗെയിൻ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ നമ്മൾ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ നല്ല നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് 2 ദിവസം മുൻപ് നിഫ്റ്റി 50യിൽ നമ്മൾ അത്രയും ശക്തമായിട്ടൊരു സെൽ ഓഫ് കണ്ടപ്പോഴേക്കും ഏറ്റവും അധികം ഇടിവ് നേരിട്ടത് ഇറ്റ് വാസ് ദി സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സ്. സോ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ നമ്മൾ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാൻ. ബിക്കോസ് വീണ്ടും നിഫ്റ്റി 50യിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കനത്ത ഇടിവ് ഫേസ് ചെയ്യാൻ പോകുന്ന സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലായിരിക്കും. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഹിന്ദുസ്ഥാൻ കോപ്പറിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 10%-ലധികം ഒരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 217 രൂപ 45 പൈസ എന്ന റേഞ്ചിലായിരുന്നു ഈ സ്റ്റോക്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. The outlook is very, very bullish, very, very positive. And ഒക്ടോബർ മാസത്തിൽ അറൌണ്ട് 138 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് അറ്റ് ആൻ ഓൾ ടൈം ഹൈ. കയ്യിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ദ കറക്ഷൻ നടക്കുന്ന സമയത്ത് വി ക്യാൻ കൺസിഡർ ന്യൂ ലോങ് പൊസിഷൻ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന കല്യാൺ ജ്വല്ലേഴ്സിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കല്യാൺ ജ്വല്ലേഴ്സ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല നേട്ടമായിരുന്നു നമുക്ക് നൽകിയത്. ബട്ട് ഒക്ടോബർ മാസത്തിന് ശേഷം വി ആർ സീയിങ് എ കൺസോളിഡേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിൽ പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 341 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ 40 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ലെവൽ 310 രൂപയായിരിക്കണം. മറ്റൊരു ഓഹരി സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.83% ഒരു നേട്ടത്തിൽ 1840 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 4-5 മാസത്തിനിടയിൽ ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്.
സോ ഈ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1700 മുതൽ 2000 രൂപ ഇതായിരിക്കും സ്റ്റോക്കിന്റെ ട്രേഡിംഗ് റേഞ്ച്. 1700 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഓൾ യുവർ ലോങ് പൊസിഷൻ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% നേട്ടത്തിൽ 167.9 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഒരു സൈഡ് വേസ് പാറ്റേൺ നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന് വളരെ ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് 182 രൂപയിൽ കാണുന്നുണ്ട്. ആൻഡ് നല്ലൊരു സപ്പോർട്ട് 155 രൂപയിലും കാണുന്നുണ്ട്. സോ ബിറ്റ്വീൻ 155 ആൻഡ് 182 ഇതിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും. 182 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അവസാനമായി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2% ഒരു മുന്നേറ്റത്തിൽ 45 രൂപ 60 പൈസ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. മറ്റ് PSU ബാങ്ക്സിന്റെ കൂടെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലും വി ആർ സ്ലോലി സീയിങ് എ ഗുഡ് റിക്കവറി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 42 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു ബുള്ളിഷ് മൊമെന്റ് കാണുമെങ്കിൽ സ്റ്റോക്ക് 49 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.